ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിതാ ഇന്നൊരു നൈറ്റി ബിറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് കസ്റ്റമർ തന്നൊരു വർക്കാണ്. ഒരു അജ്രക്ക് പ്രിന്റ് വരുന്ന ഒരു നൈറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അളവ് ടോപ്പ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഏറ്റവും തയ്യൽ അറിയാത്ത ഒരാൾക്ക് പോലും നമുക്ക് ഒരു അളവ് ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ചുരിദാർ ടോപ്പ് ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ എന്താ ആദ്യം തന്നെ ഇവിടെ നൈറ്റി ബിറ്റ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് ഒക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നാലായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പം നമുക്ക് തുണി വേസ്റ്റേജ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ താഴെ ഭാഗം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിന് മുകളിലേക്ക് 1 ഇഞ്ച് നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ക്കണ്ടേ ടോപ്പ്. അപ്പം അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് നമുക്ക് ആദ്യം മുകളിലേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ നമുക്ക് നമ്മുടെ അളവ് ടോപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ച് കൂടി മുകളിലേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് 4 ആക്കിയിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ടോപ്പും 4 ആയിട്ട് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് ആ ഫോൾഡ് വരുന്ന ഭാഗത്തേക്ക് കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് വിട്ടും ആം ഹോളും ഒക്കെ മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് റൗണ്ട് അല്ല കൊടുക്കുന്നത്, വേറൊരു ഡിസൈനാണ്. അതുകൊണ്ട് ഫ്രണ്ട് നെക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ലെങ്ത് ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഷോൾഡറും ആം ഹോളും ഒക്കെ നമ്മുടെ ആ തയ്യൽ തുമ്പ് വന്ന് ആ ഒരു അളവിന് തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ആം ഹോൾ ഇതാ ഇതുപോലെ നമ്മുടെ സ്ലീവ് ഒന്ന് പൊന്തിച്ച് വെച്ചതിന് ശേഷം അവിടെയുള്ള ആ ഒരു മാർക്കിങ്ങിന് ഫോളോ ചെയ്ത് പോവുക. അതിനുശേഷം ഞാനൊന്നും കൂടി അത് ഷേപ്പാക്കി കൊടുക്കും. പക്ഷേ ഇപ്പം ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് റെഡിമെയ്ഡ് ടോപ്പ് ആയതുകൊണ്ട് ഇതിന് തയ്യൽ തുമ്പ് കുറവാണ്. അപ്പം നമ്മുടെ ആ ഒരു ഷേപ്പ് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് നമുക്ക് തയ്യൽ തുമ്പ് പിന്നെ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ മാർക്കിങ് ചെയ്ത് അതേ അളവ് തന്നെ മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈ ടോപ്പ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മളെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഒന്നും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നെക്ക് വിഡ്ത്തൊക്കെ എത്രയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 3.5 വരുന്നുണ്ട്. കാരണം അത് നെക്കൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട് നെക്കും കൂടി ഇതുപോലെ തയ്യൽ തുമ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആം ഹോൾ ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ അവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/4 ഇഞ്ച് കുഴിച്ച് വരുത്തിയിട്ട് 1/2 ഇഞ്ച് അവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് തയ്യൽ തുമ്പും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് കുറച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഷേപ്പ് ഇല്ലാത്ത രീതിക്കാണ് ആ റെഡിമെയ്ഡ് ചുരിദാർ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ അവിടെയും നമുക്ക് 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് വയ്യ സൈഡൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത തുണിയൊക്കെ കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട് നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ബാക്ക് നെക്ക് മാത്രമേ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ഭാഗം കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കാം. അപ്പോൾ ക്യാൻവാസ് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് XXL ആണ് ടോപ്പിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയൽ കൊണ്ട് കറക്റ്റായിട്ട് തുണി എത്തണമെന്നില്ല. അപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് ഇപ്പോൾ സ്ലീവിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ജോയിൻറ്റ് വരുന്നുണ്ട്. അത് കാണുന്നില്ല, ജോയിൻറ്റ് വന്നത് കാണുന്നില്ല. തയ്യൽ തുമ്പിട്ട് കൊടുക്കേണ്ട ആ ഒരു ഭാഗത്താണ് ജോയിൻ്റ് ആയിട്ട് വരിക. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ജോയിൻ്റ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം തുണി തികയാതെ വരും. അപ്പോൾ കറക്റ്റാക്കിയിട്ട് തന്നെ നോക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പം ഞാൻ ദാ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് സ്ലീവിന് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് കട്ട് ചെയ്യാം. ക്യാൻവാസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ നെക്ക് വിഡ്ത്തിനെക്കാട്ടിലും 1 ഇഞ്ച് എക്സ്ട്രാ വരുന്ന രീതിക്ക് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൽ വെച്ചിട്ട് നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് വേണ്ടുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 5.5 ഇഞ്ച് ആദ്യം ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 5.5 ഇഞ്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുക്കാം. എന്നിട്ട് താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഒരു കട്ടിങ് വരുന്ന ഒരു ഡിസൈനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ്.
ആ 5.5 ഇഞ്ച് വരുന്ന അവിടത്തേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ താഴ്ത്തിയിട്ട് ഒരു അരയിഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഇതുപോലെ കോർണറിൽ നിന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നെക്ക് ഡിസൈൻ ആണെന്ന് തോന്നുന്നു അവർ പറഞ്ഞത്. ഒന്നും കൂടി ഡിസൈൻ ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കട്ടെ. അപ്പോൾ കസ്റ്റമർ റെഫറൻസ് തന്ന ഒരു നെക്കിന് ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഷേപ്പ് അല്ല. ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു കർവ് പൊന്തിയിരിക്കുന്ന ടൈപ്പാണ് വന്നിട്ടുള്ളത്. ആ ഇമേജ് ക്ലിയർ അല്ല, എന്നാലും എനിക്ക് ആ ഒരു കണ്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ആവശ്യമുള്ള ഡിസൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ പുറമേ കൂടി 1 ഇഞ്ച് എക്സ്ട്രാ ക്യാൻവാസ് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു തുണിയുടെ മോശം വശത്തേക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ ഒരു ഗ്ലിറ്ററിങ് വരുന്ന ആ ഒരു ഭാഗം ഫേസ് ചെയ്ത് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ദാ ഇവിടെ അയൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പുറമേ നിൽക്കുന്ന തുണി ഒരു 1/4 ഇഞ്ച് മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതുപോലെ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഈ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു നെക്കിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമ്മുടെ ഷേപ്പിനനുസരിച്ചിട്ട് എൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ അടുത്ത്. അവന് അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തുണി വലിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് നെക്ക് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ക്യാൻവാസിൻ്റെ ആ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ആ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ നെക്കിന് നല്ല ഷേപ്പ് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് പതിയെ പതിയെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് മാത്രം അവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഉള്ളിലത്തെ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ലൈനിങ് ഒന്നും വെക്കാത്തത് കൊണ്ട് നമുക്ക് ഹെം ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഫ്യൂസിങ് ടേപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂസിങ് ടേപ്പ് വെച്ച് ഫിനിഷ് ചെയ്തെടുത്തത് കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ സ്റ്റിച്ചൊന്നും വരുന്നുമില്ല. നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ പേപ്പർ അവിടെ ഫിനിഷിംഗ് ആയിട്ട് ഒട്ടി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ ഇതൊരു നല്ല മാർഗ്ഗമാണ്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഇതുപോലൊരു പീസ് വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എക്സ്ട്രാ വന്ന തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് സൈഡിലൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം എന്നിട്ട് നമ്മൾ ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്യാൻ വെച്ച ആ ഒരു തുണി മാത്രം ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുത്തിട്ട് നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അങ്ങ് അവിടെ അടിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്കത് ഷോൾഡർ തയ്യൽ തുമ്പ് കാണാണ്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞാനത് ചെയ്തെടുക്കാൻ മറന്നുപോയി. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റാതിരുന്നേ. അങ്ങനെ ഇപ്പം ചെയ്തെടുക്കാന്നെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമായിരുന്നു. ഇതിപ്പം ഞാൻ നെക്ക് അടിച്ചു പോയി. ഇപ്പം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇതെന്താ പറ്റിപ്പോയെന്നറിയില്ല. മോൻ്റെ കൂടെ കളിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണോന്നറിയില്ല ഇങ്ങനെ ഒരു മറവി പറ്റിപ്പോയത്. അപ്പോൾ ദാ ഷോൾഡറൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാനിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടേ ചെയ്യാറുള്ളൂ. അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. നമുക്ക് സ്ലീവിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി എക്സ്ട്രാ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിക്കൊന്നും തുണി വരാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ എന്താ സ്ലീവിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ആ എക്സ്ട്രാ പീസൊക്കെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 കുഞ്ഞി കൈകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതെൻ്റെ കുഞ്ഞാവയുടേതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. 14 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് മടക്കി തയ്ക്കാനും പിന്നെ മുകളിൽ ജോയിൻ ചെയ്യാനുമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ആ ലെങ്ത്തിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം.
എന്നിട്ട് നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ടോപ്പിൻ്റെ ഭാഗം എടുക്കുക. എന്നിട്ട് നമ്മുടെ ബാക്ക് കൈക്കുഴി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്തത് കറക്റ്റ് ആണോ എന്നറിയാൻ. ഇനി മാർക്കിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചെയ്യാം. ഒരുപാട് വലിച്ചിട്ടൊന്നും വെച്ച് കൊടുക്കണ്ട, കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് തയ്യൽ തുമ്പും എല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി താഴത്തെ നമ്മുടെ കൈക്ക് എത്ര വണ്ണം വേണമെന്ന് വെച്ചാൽ അതും അതിൻ്റെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഒന്ന് കുറച്ച് കുഴിച്ച് കെട്ടി കൊടുക്കാം. അത് ഫ്രണ്ട് ഭാഗത്തേക്കാണ്. അതിന് ശേഷം നമുക്ക് നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്ക് തന്നെ വരാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ അളവിനനുസരിച്ചിട്ട് സൈഡും ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യണം. സ്ലിറ്റ് താഴേക്ക് ഇറങ്ങിപ്പോയാലും കയറിപ്പോയാലും ബോറായിരിക്കും. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ സ്ലിറ്റ് മാർക്ക് ചെയ്യുക. നോർമലായിട്ട് ഒരു 18 ഇഞ്ച്, ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 18-19 ഇഞ്ചിന് ഇടക്കാണ് നമ്മൾ കുർത്തിക്കൊക്കെ സ്ലിറ്റ് വെക്കാറുള്ളത്. അവിടെ നമ്മൾ വണ്ണും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൈറ്റായി കൊടുത്താൽ വയറൊക്കെ ഉള്ളവരാണെങ്കിൽ എടുത്തറിയും, ഭയങ്കര ബോറായിരിക്കും അത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യുമ്പം അതിൻ്റെ ഭംഗി ഇരിക്കുന്നത് നമ്മുടെ ആ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്താണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തു. ഞാൻ ആകെ ഒറ്റ സ്റ്റിച്ച് മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ. നമ്മളൊന്നും കൂടി അളവ് ടോപ്പ് വെച്ചിട്ട് വേസ്റ്റ് റൗണ്ടിൻ്റെ അടുത്ത അളവൊക്കെ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം മടക്കി തയ്ക്കാനുള്ള ഭാഗം മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ ആ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയാം. 1 ഇഞ്ചിനെക്കാളും കൂടുതലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് 1 ഇഞ്ച് മാത്രം വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറേയൊക്കെ ഡൗട്ട് ഉണ്ടാവുമായിരിക്കും. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനൊന്നും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്താൽ ആ ഒരു തയ്യൽ തുമ്പ് കണക്കാക്കിയിട്ട് നമുക്ക് മടക്കി തയ്ക്കാന്നുണ്ടെങ്കിൽ സ്ലിറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ 1 ഇഞ്ചാണ് മടക്കി തയ്ക്കാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് ഇതുപോലെ മടക്കുക, എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ കൊടുത്ത 1 ഇഞ്ച് അവിടെ ഫില്ലാവും. എന്നിട്ട് നമ്മൾ ആദ്യം മടക്കിയതിൻ്റെ സൈഡിലൂടെ കറക്റ്റാക്കി പിടിച്ചിട്ട് വലിച്ചു പിടിക്കാൻ പാടില്ല, കറക്റ്റാക്കി ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡ് ജോയിൻ ചെയ്ത ആ ഒരു ഭാഗത്താനാവുമ്പോൾ നമ്മളൊന്ന് അടിയിൽ തുണിയൊന്നും കുടുങ്ങിയിട്ടില്ല എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുകളിലേക്ക് അടിച്ചു പോവുക. അപ്പോൾ നമ്മൾ കൊടുത്ത ഒരു സ്റ്റിച്ചിൻ്റെ ഒരു മുകളിലേക്ക് 1 ഇഞ്ച് മാത്രം അടിച്ചിട്ട് അവിടെ ഒന്ന് കുത്തി നിർത്തുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ പോലെ വരണം. അപ്പോൾ നമ്മൾ 2 സ്ലിറ്റും ചേർത്ത് വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ സ്ലിറ്റൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേറെ പല മാർഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് തന്നെയാണ് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മൾ വേറൊരു മാർഗം കണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ആ തയ്യൽ തുമ്പ് 1 ഇഞ്ച് വിടുന്നില്ലേ, ആ ഒരു ലൈനിൽ നമ്മൾ ആദ്യം ലൂസ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് നിർത്തി വെച്ചിട്ട് 2 സൈഡിലേക്കുള്ള തയ്യൽ തുമ്പ് മടക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഒരു ആദ്യം കൊടുത്ത ആ ഒരു സ്റ്റിച്ച് അഴിച്ച് കളയുന്ന പരിപാടിയാണ്. പക്ഷെ അങ്ങനെ അഴിച്ച് കളയുമ്പോൾ ആയാലും ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ഇതൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് ആ ഒരു മാർഗം ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഞാനിങ്ങനെ തന്നെയാണ് ഏത് മെറ്റീരിയലിലായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്യാന്ന് പറയുമ്പം നമ്മളത് കറക്റ്റ് തയ്യൽ തുമ്പിട്ട് കൊടുക്കുന്നതും കറക്റ്റ് മടക്കി പിടിച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ ചുളിവൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ പെർഫെക്ഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പം ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചെയ്താവുമ്പം അതങ്ങ് ക്ലിയറായി പോയിക്കോളും. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്ത് ക്ലിയറാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഇങ്ങനെ കൂടി ചെയ്ത് നമ്മുടെ താഴെ ഭാഗം ഒന്ന് മടക്കിയും കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ ചുരിദാർ ഇവിടെ റെഡിയാവും. പിന്നെ എക്സ്ട്രാ നമ്മൾ അവിടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുള്ള തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ മുറിച്ച് കളയണം. അപ്പോൾ നമുക്ക് ഇടുമ്പോഴുള്ള ഡിസ്കംഫർട്ടൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ഒരു ബിഗിനർക്ക് ഈസി ആയിട്ട് നമ്മൾ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.